Maxo A Grade 5th Jai Hind Film Awards 2012 with Bobby Chemanur. And we are moving on to the next category, Maxo A Grade Jai Hind Film Awards 2012 with Bobby Chemanur. Migacha Chitram. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മികച്ച ചിത്രം, ബെസ്റ്റ് ഫിലിം. പ്രണയം എന്ന മനോഹര ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ച 2 നിർമ്മാതാക്കൾക്കാണ് ഈ പുരസ്കാരം. കലാസൃഷ്ടി കൊണ്ടും കാവ്യഭംഗി കൊണ്ടും മികച്ച ചിത്രമൊരുക്കുവാൻ ധൈര്യം കാണിച്ച 2 പേർ, ശ്രീ PK സജീവ് ആൻഡ് മിസസ് ആനി സജീവ്. പ്രായാതീതവും കാലാതീതവുമായ പ്രണയം എന്നും വിജയിക്കുമെന്ന സന്ദേശം നൽകിയ ചിത്രം. സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതം, ജീവിക്കാൻ അറിയാമെങ്കിൽ. വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിക്കാൻ കൊതിക്കുന്ന സംവിധായകൻ ബ്ലെസ്സിയുടെ പ്രണയപൂർവമായ പ്രമേയം. പ്രേക്ഷകർക്ക് ആദ്യ പ്രണയം പോലെ മധുരിക്കുന്നതായിരുന്നു ഈ ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും. 2011 മലയാള ചലച്ചിത്രാസ്വാദകർക്ക് നൽകിയ പ്രണയം നിറഞ്ഞ പുരസ്കാരം പ്രണയം. സ്നേഹത്തിന്റെ മണ്ണിൽ എല്ലാവരും സ്വാർത്ഥരാ. സാമ്പത്തിക ലാഭത്തിനുമപ്പുറം കലാമൂല്യത്തിന് പ്രാധാന്യം നൽകി മികച്ച ചിത്രമൊരുക്കിയ നിർമ്മാതാക്കൾ ശ്രീ PK സജീവ് ആൻഡ് ആനി സജീവ്. മികച്ച ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ശ്രീ PK സജീവനും ശ്രീമതി ആനി സജീവനും മെമന്റോ നൽകുന്നതിനു വേണ്ടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നത് മിസ്റ്റർ അനിൽകുമാർ വി, പ്രൊഡക്ട് മാനേജർ ജ്യോതി ലബോറട്ടറീസ്. ഒപ്പം തന്നെ സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ വിജയ ഗോപാലൻ, ഡെപ്യൂട്ടി GM സൗത്ത് കേരള റീജിയൻ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ അവാർഡ് നിശയിലെ പുരസ്കാര ജേതാക്കൾ ശ്രീ PK സജീവ് ആൻഡ് ശ്രീമതി ആനി സജീവിനെയും സ്നേഹത്തോടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന സാധാരണ ആൾക്കാർ ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എടുക്കാനാണ് പലപ്പോഴും താല്പര്യം കാണിക്കാറുള്ളത്. കാരണം നിങ്ങൾ ബിസിനസ്സിലാണ്. ഇവിടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സിൽ ഉപരിയായിട്ട് കലാമൂല്യമുള്ളൊരു സിനിമ നിർമ്മിക്കുവാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? ഇത്ര വളരെ മനോഹരമായ ഒരു ഈവനിങ് നമുക്ക് ഇവിടെ സമ്മാനിച്ച ജയ്ഹിന്ദ് TVക്ക് ഞാൻ നന്ദി പറയുന്നു. ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ, ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന സിനിമയാണത്. അപ്പോൾ ബേസിക്കലി ഞാനൊരു സിനിമാക്കാരനല്ലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു സിനിമ എടുക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാകണം എന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. കൊമേഴ്സ്യൽ ആസ്പെക്ട്സിനുപരി അത് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലെസ്സി എന്നുള്ള ഡയറക്ടർ, വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും, അദ്ദേഹമാണ് ഈ പടം ഇത്രയും സക്സസ് ആയതിന് പിന്നിൽ. ലാലേട്ടൻ, ജയപ്രദ ആൻഡ് ഓൾ ദി അതർ ക്രൂസ്, എസ്പെഷ്യലി അവർ മ്യൂസിക് ഡയറക്ടർ ജയചന്ദ്രൻ, എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത കാറ്റഗറി ബെസ്റ്റ് ഡയറക്ടർ, മികച്ച സംവിധായകൻ. 2011 മലയാളത്തിന് ശക്തമായ ഒരു സിനിമ സമ്മാനിച്ച സംവിധായക പ്രതിഭ. ആവിഷ്കാര രീതി കൊണ്ടും പ്രമേയത്തിന്റെ പുതുമ കൊണ്ടും ശ്രദ്ധേയമായ ട്രാഫിക് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ രാജേഷ് പിള്ളയ്ക്കാണ് ഈ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ്. ജനുവരി 7 സിനിമാശാലകളുടെ മുന്നിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കിയ ദൃശ്യവിസ്മയം ആസ്വാദകർ ഏറ്റുവാങ്ങിയ സുദിനം. പെട്ടെന്നൊരു ബൈലയിൽ നിന്ന് 4-5 പയ്യന്മാരെന്റെ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു ട്രാഫിക് ഐലൻഡിൽ വെച്ച്
ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ, പരസ്പരം അറിയാത്തവർ, കഥാഗതിയിലെ ഒരു സംഭവത്തിലേക്ക് അവർ എത്തിപ്പെടുകയായിരുന്നു. ദൃശ്യ സംസ്കാരത്തിന്റെ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ബോബി സഞ്ജയ് കൂട്ടുകെട്ടൊരുക്കിയ കഥയിൽ രാജേഷ് പിള്ള എന്ന സംവിധായക പ്രതിഭ മോളിവുഡിന് സമ്മാനിച്ചത് എക്കാലത്തെയും മികച്ച മൾട്ടി നറേറ്റീവ് ത്രില്ലർ തന്നെയാണ്. നമ്മൾ മിഷൻ ആരംഭിക്കുന്നു. Just 45 minutes away from success. വേറിട്ട ചിന്തയും ശൈലിയും കൊണ്ട് മലയാള സിനിമയിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയ സമ്പന്നമായ ഒരു ദൃശ്യാനുഭവം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചലച്ചിത്ര ശില്പി നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ശ്രീ രാജേഷ് ആർ പിള്ള. മികച്ച സംവിധായകനുള്ള അവാർഡ് മെമന്റോ നൽകുന്നതിനായി വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ MM ഹസൻ, MD ജയൻ TV. പ്രിയപ്പെട്ടവരെ, ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളാൽ ശ്രീ രാജേഷ് പിള്ളയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുവാൻ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വരികളെ നൃത്തം വെപ്പിക്കുന്ന സംഗീതത്തിനുള്ള സമയമാണ് അടുത്തത്. പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഈ ഗാനം ആലപിക്കുന്ന മഞ്ജരിയാണ്. മഞ്ജരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് ബോറായി പോകും എന്നുള്ളത് കൊണ്ട് മഞ്ജരിയെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയഹിന്ദ് ഫിലിം അവാർഡ്സ് 2012 വിത്ത് ബോബി ചെമ്മണ്ണൂർ.
രാഗതീരത്താരോ ഇടം വിടുന്നു മധുരം അരിയ മൃദുവേളയിൽ ഹൃദയമുണരും ഇതാ അരിയ മൃദുവേളയിൽ ഹൃദയമുണരും ഇതാ ഇന്ന് പെണ്ണിന് സിന്ദൂര നാള് മനസ്സെല്ലാം വിളമ്പുന്ന നാള് ചമനെല്ലാരും ചേരുന്ന നാള് നിറഞ്ഞുല്ലാസ പൂവിന്റെ ഉള്ളാകെ തുള്ളി തുള്ളി എന്താരം സ്വപ്നം കാണാം ചെന്താരം ചന്തം കാണാം സിന്ദൂരം തുടിക്കുന്ന മുകിലേ നെഞ്ചോരം ചായമല്ലോ സഞ്ചാരം ഒന്നിച്ചല്ലോ നിഞ്ചാരെ തഞ്ചി കൊഞ്ചും നിഴലേ മഴച്ചാഞ്ഞു കിനിയും വേളയിൽ കുടനേർന്നു നീ വരൂ മറയാത്ത മഴവിൽ ജാലമായി നിറമാർന്നു നീ വരൂ നേടും സല്ലാപം നേടും സന്തോഷം മനമില്ലെന്ന സംഗീതം ഓരോ കൂട്ടാനം ആടിത്തിരയിൽ സാന്ദ്രമലിയും രാഗതീരത്താരോഹിണം വിടുന്നു മധുരം അരിയ മൃദുവേളയിൽ ഹൃദയമുണരും ഇതാ അരിയ മൃദുവേളയിൽ ഹൃദയമുണരും ഇതാ ഇന്ന് പെണ്ണിന് സിന്ദൂര നാള് മനസ്സെല്ലാം വിളമ്പുന്ന നാള് ചമനെല്ലാരും ചേരുന്ന നാള് ഉല്ലാസ പൂവിന്റെ ഉള്ളാകെ തുള്ളി തുള്ളി കണ്ണിന് മയ്യട് മിന്നട് പൊന്നട് ചപ്പടി ചിങ്കാരി ഒത്തര മുറവിൽ ഒത്തര മുറയുടെ പുത്തൻ തോടിയുടെ മരമൊത്തര കുലവൈരത്തി മുളക്കണ്ടേ ഹൃദയമുണരും ഇതാ അരിയ മൃദുവേളയിൽ ഹൃദയമുണരും ഇതാ ലാലേട്ടാ we love you Maxo A Grade 5th Jai Hind Film Awards 2012 with Bobby Chemano.